ഹലോ. അപ്പോൾ നിങ്ങൾ എന്നും എൻ്റെ വീഡിയോയിൽ ഇമ്മച്ചിൻ്റെ ഐറ്റംസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് വെല്ലിമ്മച്ചിൻ്റെ ഒരു ഐറ്റമാണ് മക്കളെ. എന്താ വെച്ച് കഴിഞ്ഞാൽ വെല്ലിമ്മച്ചിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം നാരങ്ങാച്ചാർ. അതും പിക്കിൾ പൗഡർ ഇല്ലാണ്ട്, അച്ചാർ പൊടി ഇല്ലാണ്ടാണ് ഇമ്മച്ചി എല്ലാ അച്ചാറും. ഇമ്മച്ചി ഒരു അച്ചാർ സ്പെഷ്യലിസ്റ്റാണ്. ഇമ്മച്ചി എല്ലാ അച്ചാറും അച്ചാർ പൊടി ഇല്ലാണ്ടാണ് ഉണ്ടാക്കൽ. അപ്പം അതാണ് നമ്മളിന്നിവിടെ കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പറഞ്ഞല്ലോ അല്ലേ, നാരങ്ങാച്ചാർ. അതിലോട്ട് നമ്മൾ ആദ്യം നല്ലെണ്ണയാണ് നമ്മൾ അച്ചാറിനൊക്കെ പ്രിഫർ ചെയ്യുക. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അച്ചാറിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടിയും വഴറ്റി വരുമ്പം അതിക്കാണ് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾ മുളക് പൊടി ഇടാൻ ജസ്റ്റ് വിട്ടുപോയി. അപ്പം ഉമ്മച്ചി വേറെ പാത്രത്തിൽ മുളക് പൊടി ഒന്ന് ചൂടായി ഇങ്ങനെ വഴറ്റിയിട്ട് അത് അച്ചാർക്ക് ആഡ് ചെയ്യുക ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ആ എണ്ണയ്ക്കാണ് അച്ചാർ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവയും കടുകും വറുത്തിട്ട് പൊടിച്ചതാണ് ഈ അച്ചാറിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. അത് ഉലുവയും കടുകും സെപ്പറേറ്റ് ആണ് ഉമ്മച്ചി വാട്ടിയത്, മീൻസ് വറുത്തത്. കാരണം കടുക് പെട്ടെന്നാകും, ഉലുവ പെട്ടെന്നാകൂല എന്നുള്ളൊരു സംഭവമുള്ളതുകൊണ്ട് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി കഴിയുമ്പോണ്ടല്ലോ അത് നല്ലൊരു മണം വരും. ആ ഒതൻറ്റിക് മണം. കുറേ നമ്മൾ എല്ലാവരും ഈ നാരങ്ങാച്ചാർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു കയ്പോട് കൂടിയാണ് എനിക്കിഷ്ടം. എല്ലാവരും അച്ചാർ പൊടി ഇട്ട് ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ സ്മെല്ലും ഇതിൻ്റെ സ്മെല്ലും എൻ്റയർലി ഡിഫറെൻ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ നമുക്ക് ആ മണം മണത്തിട്ട് വേണമെങ്കിൽ ചോറുന്നാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി എല്ലാ പൊടികളും നല്ല മിക്സ് ആവുന്നത് വരെ ഇളക്കിയിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ഓഫാക്കി. അധികം നേരമൊന്നും വെച്ചിട്ടില്ല, 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ഓഫാക്കി. അപ്പോൾ ഇന്നത്തെ അച്ചാർ പ്രിപ്പറേഷൻ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനോ ബെല്ലൈക്കണോ ഒക്കെ ഒന്ന് ഞെക്കിയിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.